മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനെയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബെവ്കോ LDC ഈ തുടങ്ങിയ പരീക്ഷകൾക്ക് ഇപ്പോഴേ മുതൽ നമുക്ക് എങ്ങനെ സ്മാർട്ട് വർക്ക് തുടങ്ങാം എന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ബെവ്കോ ആണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും 10th ലെവൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയോ, നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം. ഇതിന് രണ്ടായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഇതിനെന്തായാലും ഒരൊറ്റ എക്സാം ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അൺകേസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കൂടി പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്സ് മിനിമം, ഞാൻ പറയാണ്, ഒരു 20 മാർക്സിൻ്റെ അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ബെവ്കോ LDC നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സയൻസ്, ഹിസ്റ്ററി, ഇതൊക്കെ എന്തായിരിക്കും, കോമൺ ആയിരിക്കും. ബാക്കി എല്ലാത്തിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും. അഡീഷണൽ ആയിട്ട് വരുന്നത് എന്തിനാണ്, അത് സ്പെഷ്യൽ ടോപ്പിക്സിനായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം നമ്മളുടെ അക്കാഡമിയിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു ടീം ഇരുന്നിട്ട് അവിടെ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കും, എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാനിവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ നോക്കിക്കേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുകയാണ്. നമ്മൾ ബയോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ബയോളജി ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏത് എക്സാം നോക്കിക്കോ, 2025, 2024, 2023 ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, വിറ്റമിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കോ, അവിടെ ഒരു വിറ്റമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുകടാ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ നമ്മളുടെ SSCRT, നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് കുട്ടികളോട്, നിങ്ങളെ മക്കളെ പഠിച്ച് തുടങ്ങുമ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, SSCRT സ്റ്റാർട്ട് ചെയ്യുക. സയൻസിൽ എനിക്ക് ബേസ് ഇല്ല മിസ്സേ, SSCRT നോക്കിക്കോ. ജോഗ്രഫിയിലെ മിസ്സേ, SCRT നോക്കിക്കോ. അപ്പോൾ എപ്പോഴും നമ്മളുടെ ബൈബിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സ്കൂൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ്, അല്ലേ? അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏരിയാസിലാണ്, അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനാലിസിസ് ചെയ്യുകയാണ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഏതാണ്, ഇനി അടുത്തത് ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് എടുത്തു കഴിഞ്ഞാൽ വിറ്റമിനുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും ബേസിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ വിറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം PSC എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്, ശരിക്കും സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നാണ്. ഞാൻ ഓൾഡ് ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത്. പക്ഷെ ന്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തുണ്ട്, ന്യൂ ടെക്സ്റ്റ് ബുക്കിലും ഇതൊക്കെ തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ SCRT പാഠഭാഗത്തിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ ക്വസ്റ്റ്യൻസിലും, അതായത് ഒരു സിലബസിൽ ഈ ഒരു ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ AZB അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 റിവിഷൻ സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് സെറ്റ് 1 റിവിഷൻ, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ SCRT പാഠഭാഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് നമ്മൾ കൊടുക്കുന്ന PYQ, മാക്സിമം PYQs നിങ്ങൾ കൊണ്ട് ലൈവിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സാം ആകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ട് മാക്സിമം ഇങ്ങനെ ടോപ്പിക് എടുത്തിട്ട് പിന്നെയും എന്താണ്, സെലക്റ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന ഏതാണ്, നമുക്ക് നോക്കിക്കോ, SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം നോക്കിക്കേ, ഇവിടെ നമ്മൾ ബയോളജിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്താണ്, ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാന്നുള്ളത്. ഇതിൻ്റെ സോഴ്സ് ഏതാടാ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, താഴെ തന്നിരിക്കുന്നവയിൽ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പ്രമേഹം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നില്ല. നമുക്ക് അപ്കമിങ് ഡേയ്സിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ മാക്സിമം എക്സ്പ്ലനേഷനോട് കൂട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് നോക്കിക്കേ, പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. നമുക്കറിയാം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന നമ്മളുടെ ഫുഡിൻ്റെയും എക്സസൈസിൻ്റെയും കുറവ് കൊണ്ട് തന്നെ നമ്മളുടെ കഴിക്കുന്ന ഫുഡിനെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന രോഗം വരുന്നുണ്ട്. കോമൺ ആയിട്ട് ആളുകൾ കണ്ടുവരുന്നതാണ് അതായത് എക്സസൈസിൻ്റെ കുറവ് കൊണ്ട് ഫാറ്റി ലിവർ വരുന്നുണ്ട്, അല്ലേ? ഹീമോഫീലിയ എന്താണ്, നമുക്ക് ജനിതക രോഗമാണ്, അല്ലേ? അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് പകരുന്നതാണ്. ക്രിസ്മസ് രോഗം എന്ന് പറയുന്നുണ്ട്. എന്താ ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്തം കട്ട പിടിക്കാത്തൊരു അസുഖമാണ്. നമുക്കറിയാം രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വിറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കട്ട K എന്ന് ഓർത്ത് വെച്ചാൽ മതി, അല്ലേ?
അപ്പോൾ ആ കട്ട പിടിക്കാതെ ബ്ലീഡിങ് മാക്സിമം ഇങ്ങനെ പോകുന്നതാണ് ഹിമോഫീലിയ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടാ. ഇത് നമുക്ക് എവിടെ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്? SSCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങളൊരു കാര്യം പറയാം. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് എല്ലാവർക്കും നിങ്ങൾ എവിടെ ചെന്നാലും ക്ലാസ്സുകൾ കിട്ടും അല്ലേ? ലൈവായിട്ടും റെക്കോർഡറായിട്ടും ഒക്കെ ക്ലാസ്സുകൾ കിട്ടും. പക്ഷേ ഇതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കൂടുതൽ എവിടെ നിന്ന്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് SCRT മാത്രമാണ്. ഇത് കൂടാതെ നമ്മുടെ ഓരോ ലെവലിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട്. അത് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ഏതാണ് നമ്മളുടെ ഓരോ മേഖലയിൽ, അപ്പോൾ ഓരോന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ LDC എക്സാമിന് കഴിഞ്ഞ LDC എക്സാമിന് +1 ഇന്ന് വരെ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ NCERT എന്നാണ്. അതായത് +1 +2 NCERT എന്ത് ചെയ്യുന്നുണ്ടാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന രണ്ടിനും കൂടി ഒരുമിച്ച്, നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സ് എടുക്കേണ്ട, രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരു സിംഗിൾ കോഴ്സായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്ലാസ് എടുത്താൽ മതി. Day 1, Day 2, Day 3 ഓരോ ദിവസം കൃത്യമായ സ്റ്റഡി പ്ലാൻ, ഡെയിലി എക്സാം, മന്ത്ലി മെഗാ എക്സാം, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഇതുപോലത്തെ കിടിലൻ ഐറ്റങ്ങളായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നും വേണ്ട, ഗോ ടു പ്ലേ സ്റ്റോറിൽ പോയിട്ട് AZB അക്കാഡമി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ പ്രയാണം എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. 3500 രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡീറ്റെയിൽ അയയ്ക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ മെൻറ്ററിനെ അലോട്ട് ചെയ്ത് തരും. നിങ്ങൾ പോവല്ലേ, നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സയൻസിൻ്റെയാണ്. ഇപ്പം നമ്മൾ ബയോളജി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് നിങ്ങൾ സൈലന്റ് സ്പ്രിംഗ് എന്ന വസ്തു പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നമുക്കറിയാം ആരാണ്? റേച്ചൽ കേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റേച്ചൽ കേഴ്സന്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്നത് എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ DDT എന്ന് പറയുന്ന ഒരു സംഭവം നിരോധിക്കാനിടയായ കാരണമാണ് ഈ പുസ്തകം. ചെറുപാണികൾക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിടാം ഐസോടോപ്പ്. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഐസോടോപ്പ് എന്ന് പറയുന്നതും നമ്മുടെ SCRT നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് PSC ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. SCRTയിലെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട്. ഇവിടെ നോക്കടാ, അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാച്ച് ഫോളോയിങ് ഒക്കെ ആയിട്ട് പുതിയ പാറ്റേണിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും കൃതിയാണ്. കൃതി ഇപ്പോൾ ഇത് ഓരോന്നിനെ കുറിച്ച് നമ്മുടെ SCRT 10ാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിദ്യയും വിത്തവും എന്ന് പറഞ്ഞ് നമ്മുടെ ചട്ടമ്പി സോങ്ങിലെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് PSC ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യമാണ്. നോക്കിക്കേ, പ്രാചീന മലയാളം. നോക്ക്, ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാന്നുള്ളത്. പ്രാചീന മലയാളം നമ്മുടെ ഏൻഷ്യൻ കേരള ഹിസ്റ്ററിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ പുതിയൊരു പാറ്റേൺ, നമ്മുടെ വേറൊരു പാറ്റേൺ ആണ് PSC ചോദിക്കുന്നത്. എന്താണ്? മാച്ച് ദ ഫോളോവിങ്. സെയിം SCRT ചാപ്റ്റർ 3 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും എന്ന് പറയുന്നൊരു പാഠഭാഗത്തിൽ നിന്നാണ് നമുക്കിത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സിലബസിനെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കിയിട്ടാണ്, അനാലിസിസ് ചെയ്തിട്ടാണ് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നൽകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ ഒരു കോഴ്സിനെ കുറിച്ച് മറക്കണ്ട, നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. Day 1 ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് Day 1 ആണ്. അപ്പോൾ ഇനി വൈകിക്കേണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ സെപ്റ്റംബർ മാസത്തിൽ വരുന്നതാണ്. ഇപ്പോഴും മുതൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാം AZB അക്കാഡമിക്കൊപ്പം. അപ്പോൾ കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. താങ്ക്